LDF ക്യാമ്പും ആ തരത്തിലേക്ക് തന്നെ ഈ പോരാട്ടം UDF-ഉം LDF-ഉം തമ്മിലുള്ളതാണ് എന്ന് പറയുകയാണ്. അതായത് സിറ്റിംഗ് MLA ആയിരുന്ന PV അൻവർ മുൻപ് തങ്ങളുടെ വോട്ട് കൊണ്ട് വിജയിച്ചയാളാണ്. പക്ഷേ ആ ഒരു ഫാക്ടർ പോലും ഇല്ല. അതിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് അവരും കടന്നിരിക്കുന്നു. അതെ അനുജ, അങ്ങനെ ഒരു ഫാക്ടർ അൻവർ ഫാക്ടർ ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അങ്ങനെ അൻവർ വോട്ട് പിടിക്കുകയാണെങ്കിൽ ഒരു തർക്കവും വേണ്ട, അത് UDF-ന്റെ വോട്ടുകളായിരിക്കും. പരമാവധി ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ അത് ലഭിക്കും. അതുകൂടാതെ മുസ്ലിം ലീഗിലെ ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ടും അൻവറിന് ലഭിക്കുമെന്ന ഒരു കണക്കുകൂട്ടൽ അല്ലെങ്കിൽ ഒരു വിലയിരുത്തലിലാണ് CPIM നേതാക്കൾ അല്ലെങ്കിൽ ഇടത് ക്യാമ്പ് ഇപ്പോൾ ഉള്ളത്. അൻവറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലും കാര്യമായ രീതിയിൽ മറുപടി പറയാൻ ഇടതു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഇടത് നേതാക്കളോ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിന്റെ വഴിക്ക് പോകട്ടെ, അതല്ല തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം. തങ്ങളെ വഞ്ചിച്ചു പോയ ഒരാൾ തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല. പക്ഷേ നിലവിൽ നിലപാടുകൾ മാറ്റി പറയുന്ന PV അൻവറിന് ഒരു മറുപടി നൽകാൻ, അല്ലെങ്കിൽ അയാൾ ഒരു ഫാക്ടറാണ് ഈ മണ്ഡലത്തിൽ എന്നതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ആകുലതയും തങ്ങൾക്കില്ല എന്ന് നേതാക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതുകൂടാതെ പ്രധാനമായും കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ തിരിച്ചുവിടാനുള്ള ഒരു നീക്കമാണ്. അൻവർ എന്തെങ്കിലും തരത്തിൽ പ്രശ്നമാവുകയാണ്, ശല്യമാവുകയാണ് എങ്കിൽ അത് UDF ക്യാമ്പിന് മാത്രമായിരിക്കും. അൻവറിന്റെ പിറകെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പോകുന്നു. അതിനു മുമ്പ് അടൂർ പ്രകാശിൻ്റെതായ പ്രസ്താവന വരുന്നു. അപ്പോൾ കേവലം അൻവർ തങ്ങളുടെ അത് കൃത്യമായ രീതിയിൽ UDF-ന്റെ തലവേദനയായി മാറിയിരിക്കുന്നു. കാരണം പിണറായി ത്തിനെതിരെ വലിയ പോരാട്ടം നടത്തുന്നുവെന്ന് പറഞ്ഞ് രാജിവെച്ച് പുറത്തിറങ്ങിയ അൻവർ ഏറ്റവും ഒടുവിൽ സതീശിനെതിരെ, VD സതീശിനെതിരെയും UDF-ലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിക്കെതിരെയും ഒക്കെ തന്നെ നിലപാടുമായി വരുന്നു. അത് തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന നിലപാടിലേക്ക് ഇടതുപക്ഷം ഉറച്ച് പറയുന്നുണ്ട്. അത് അവരുടെ സ്വീകരണ യോഗങ്ങളിൽ അൻവർ എന്ന ഒരു ഘടകത്തെ, ആ പേര് പോലും പരാമർശിക്കാതെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ 3 മാസക്കാലം ഇവിടെ ഒരു MLA ഇല്ലാതിരുന്നിട്ട് പോലും ഇവിടെ നടപ്പാക്കിയ വികസന പദ്ധതികൾ, അത് ഇത്ര കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് എന്നത് ഈ പൈലറ്റ് M സ്വരാജിൻ്റെ പൈലറ്റ് വാഹനത്തിന്, പ്രചാരണത്തിന് പൈലറ്റായി പോകുന്ന വാഹനത്തിലെ പ്രാസംഗികരെല്ലാം പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്കൊരു MLA ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും തങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇടത് നേതാക്കൾ ഒരു MLA-യുടെ റോളിൽ തന്നെ ഇവിടുത്തെ പക്ഷം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് UDF ക്യാമ്പിലെ വോട്ടുകളായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഇത്തരത്തിൽ ഇടതുപക്ഷത്തിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തങ്ങളുടെ ഒരോട്ട് പോലും, ഒരു അനുഭാവിയുടെ വോട്ട് പോലും PV അൻവറിൻ്റെ ചിഹ്നത്തിലേക്ക് പോകരുത് എന്ന് ഇടതുപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അൻവറിനെ പിടിക്കുകയാണെങ്കിൽ അത് UDF-ന്റെ വോട്ടുകൾ പിടിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് ഇടതുപക്ഷം പോകാൻ കാരണം. എന്തായാലും സ്ഥാനാർത്ഥി M സ്വരാജ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ ദിവസം CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM സിദ്ദിഖ് ഒരു പ്രസ്താവന, ഒരു പൊതുയോഗത്തിൽ ഒരു കവലപ്രസംഗം നടത്തിയിരുന്നു. അത് ജമാഅത്തെ ഇസ്ലാമിയുടെയും BJP-യുടെയും SDP-യുടെയും എല്ലാ മനുഷ്യരുടെയും വോട്ട് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. തങ്ങൾക്ക് വേണം, ഈ പടയാളിക്ക്, M സ്വരാജ് എന്ന പടയാളിക്ക് വേണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ M സ്വരാജ് ഇന്ന് പരസ്യമായി അത് തിരുത്തി പറയുകയാണ് ചെയ്തത്. എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ട് വേണമെന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്തത്. അതിലെന്തായാലും വർഗീയവാദികൾ ഉൾപ്പെടില്ല. വർഗീയവാദികൾ നല്ല മനുഷ്യരല്ല. വർഗീയവാദികൾ ആ നിലപാട് തിരുത്തി മതനിരപേക്ഷ പക്ഷത്തേക്ക് വരണമെന്ന് തിരുത്തി പറയുകയാണ്. അങ്ങനെ നിലപാട് കൂടി പറഞ്ഞാണ് ഇടത് സ്ഥാനാർത്ഥി ഇന്ന് വോട്ട് ചോദിക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഉണ്ട് അനുജ. അതാണ് PV അൻവറിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ളൊരു പ്രചാരണത്തിലേക്കാണ് ഇപ്പോൾ LDF-ഉം UDF-ഉം കടന്നിരിക്കുന്നത്. BJP ആകട്ടെ വികസനം എന്നുള്ള ഒരൊറ്റ അജണ്ടയിൽ ഊന്നിക്കൊണ്ട് തങ്ങളുടെ പ്രചാരണ രീതികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു.